പോവാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു നിര്യാണം നിമിത്തം എനിക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാമായിരുന്നു. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് മൈൻഡൊക്കെ കുറച്ച് റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്ക് വേണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കേരളപുരത്തുള്ള എഴുത്താണിക്കടയിലാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് ലൈക്ക് അതുപോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഈ എഴുത്താണിക്കട ഇവിടുത്തെ വെട്ടുകേക്കിനാണ് ഏറ്റവും പ്രചാരം ലഭിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാം ഉണ്ട്, നമുക്ക് കണ്ടു നോക്കാം. സാധനങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കഴിക്കാം. കയറാം കടയ്ക്ക്. അകത്ത് കയറി കഴിഞ്ഞാൽ ഗ്രാൻഡാട്ടോ. രീതിയിലുള്ള ആ തട്ടുന്നുണ്ട്, പക്ഷേ അകത്തിലേക്ക് ഇനി ഞങ്ങൾ എഴുത്താണിക്കടയിൽ കയറി കേട്ടോ. ഇവിടെ മട്ടനും ബീഫൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ ഇടിയപ്പം വാങ്ങിച്ചു, മുട്ടക്കറിയും കൊടുത്തു വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചായ കൊടുത്തു. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ വെട്ടുകേക്ക് കണ്ടില്ലേ, ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എത്ര 2-3 ആഴ്ച ഇരുന്നാൽ പോലും കഴിക്കാത്തില്ല കേട്ടോ. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. 75 വർഷം കഴിഞ്ഞ് 75 വർഷം കഴിഞ്ഞു. 48-ല് വാപ്പ വേൾഡ് വാർ കഴിഞ്ഞിട്ട് വന്ന് കയറി മദ്രാസ് റെജിമെന്റിലെ കൊല്ലത്ത് നിന്ന് മേടിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. ഇത്രയും കാലമായി ഒരു ഫ്രിഡ്ജില്ല, ഫ്രീസറില്ല, ഒരു കുപ്പിവെള്ളമില്ല, കുടി പാനീയം അന്നെന്നുള്ള സാധനം അന്നു. അത്രേ ഉള്ളൂ. പാചകം മൊത്തം വെളിച്ചെണ്ണയാണ്. അതും ഇപ്പം ഞങ്ങളുടെ സ്വന്തം കമ്പനിയിൽ വിളിക്കുന്നത്. ഞങ്ങൾക്കൊരു ചെറിയൊരു സഹോദരിക്ക് ഒരു ആർഗ്യുമെൻ്റുണ്ട്. എഴുത്താണി കോക്കനട്ട് പുറത്ത് സൂപ്പർ മാർക്കറ്റിലാണ് കൊടുക്കുന്നത്. എഴുത്താണി കോക്കനട്ട് അല്ല, നമ്മുടെ പിന്നെ സുപ്രീമി കൊടുക്കുന്നുണ്ട്. കുന്നിൽ എന്നും പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ അവിടെ കൊടുക്കുന്നുണ്ട്. സഹോദരിയുടെ ഭർത്താവാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ എണ്ണയും അതേ ഒരു കുപ്പി വെള്ളം പോലും നമ്മുടെ കടയിൽ. ആർക്കെങ്കിലും സീറ്റ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ചുകൊണ്ട് കൊടുക്കില്ല. ഇവിടില്ല.
എല്ലാം ഫ്രഷ് ആയിട്ടുണ്ടാക്കും. അങ്ങനെയുള്ള സാധനം. അഥവാ സെക്കൻഡ് ഞങ്ങളൊരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മട്ടൺ മാത്രമേ ഉള്ളൂ. മട്ടൺ ചിലപ്പോൾ നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി തരുമെന്ന് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ ഒരു 10 കിലോ 5 കിലോ 7 കിലോ ഒക്കെ അധികം വരും. അത് നല്ല രീതിയിൽ തീയിൽ തുണ്ടും ചിരട്ടയൊക്കെ ഇട്ട് നല്ല തീക്കനലുണ്ടാകും. നമ്മളെ പഴയ കുറ്റി ഉണ്ടല്ലോ, ചൂളക്കുറ്റി ഇരുമ്പിറ്റ്, അതിനകത്തിട്ട് വെച്ചിട്ടങ്ങ് പോകും. നേരം വെളുക്കുന്ന വരെ ആ ചൂടിലും വരുന്നത്. ഇന്നും ഉണ്ടായിരുന്നു രാവിലെ ഒരു 7 കിലോ. നല്ലതാണ്, സൂപ്പറാണ്. ഈ ഫ്രഷിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്ററാണ് നമുക്ക്. കാര്യം നമ്മൾ ഫ്രിഡ്ജിലെങ്ങും വെക്കുന്നില്ല, ഫ്രീസ് ചെയ്യുന്നില്ല, അതിൻ്റെ ചൂട് അതിൽ നിന്ന് മാറ്റുന്നില്ല. ആ ചൂടിൽ തന്നെ നേരം വെളുക്കുന്നിടം വരെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ഭുതം തോന്നും. 1948 തുടങ്ങിയ ഒരു കട. 48 വാപ്പായും വാപ്പാടെ സഹോദരങ്ങൾ 4-5 പേരോട് ചേർന്ന് തുടങ്ങിയതാണ്. അവരെല്ലാം കൂട്ടുകുടുംബമായിട്ട് തുടങ്ങിയത്. ഇല്ല, ഇപ്പം ഞാനിൻ്റെ കേസ് കുഴപ്പമില്ലാതെ പോകുന്നു. ഒരു നാടൻ കട. സ്പെഷ്യലായ ഒരു ഫുഡും ഇല്ല, ബിരിയാണി ഇല്ല, കാറ്ററിംഗ് ഇല്ല, ഹോം ഡെലിവറി ഇല്ല, സ്വിഗ്ഗി ഇല്ല, സൊമാറ്റോ ഇല്ല, ഒന്നുമില്ല. കൗണ്ടർ സെയിൽ മാത്രം. നാളെ ഒരു 50 പേർക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞില്ല. ഇവിടെ വന്ന് മേടിച്ച് കിട്ടുന്ന മേടിച്ചോണം, അത്രയും. മറ്റേതൊക്കെ ഉത്തരവാദിത്വം കൂടുതലാണ്. പണ്ട് എല്ലാ കടയിലും ഇത് ഒരു 2 ആഴ്ച മാഡം വീട്ടിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാലും ഒരു പൂ പോലും വരത്തില്ല. എന്ന് മേടിച്ച കേക്കാണ് മാഡത്തിന് പറയാൻ പറ്റത്തില്ല. അത് ഒരു തുള്ളി വെള്ളം അതിനകത്തില്ല. അതിൻ്റെ ഒരു അവസ്ഥ ഒന്ന് മാറുകയും ഒന്ന് പല്ലിലൊട്ടുകയൊക്കെ ചെയ്യും. ഇതാണ് ഒന്നും വരുന്നത്. ഒരു തുള്ളി വെള്ളവും ഞങ്ങളുടെ കേക്കിലില്ല. ഒരു ഗ്ലാസ് പാലും ഞങ്ങളുടെ കേക്കിലില്ല. വെറും മുട്ട മാത്രം. എല്ലാവരും ആവറേജ് എന്ന് നമുക്ക് പറയാനൊക്കെ. ചിലർ സാറ്റിസ്ഫൈഡ് എന്ന് പറയും, ചിലർ പറയും കൊള്ളത്തില്ലെന്ന് പറയും. പലർക്കും ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. റാന്നി ഇവിടുന്ന് 50 കിലോമീറ്റർ അല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട്? 60 കിലോമീറ്റർ ഉണ്ട് റാന്നി. ഇപ്പൊ ഞങ്ങൾക്ക് 3 കടയുണ്ട്. താഴെ ജേഷന്റെ 3 കടയുണ്ട്. അത് ഇപ്പോഴത്തെ രീതിയിലുള്ള എല്ലാ ഫുഡും, മീൽസ് ബിരിയാണി കൊട്ടാരക്കരയിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു വർഷമായി. കൊട്ടാരക്കരുണ്ട്. കൊട്ടാരക്കര നമ്മൾ ട്രിവാൻഡ്രം റൂട്ട് കയറുമ്പോഴേ സിഗ്നൽ കഴിഞ്ഞ് പോകുമ്പോൾ റൈറ്റിൽ ട്രിവാൻഡ്രം റൂട്ട് കയറുന്നുണ്ടെങ്കിൽ റൈറ്റിൽ 2 കിലോമീറ്റർ കരിക്കം ജംഗ്ഷൻ. ആര്യാസൊക്കെ കഴിഞ്ഞിട്ട് പുതുതായിട്ട് ഇപ്പോൾ തുടങ്ങി. ഒരു കൊല്ലമായല്ലോ. കുഴപ്പമില്ല, നല്ല സെയിലാണ്. ഈ ഒരു പേരിനകത്താണ് എല്ലാവരും ആ പേര് ഇടുന്നത്. അത് ഞങ്ങളുടെ പിതാവ് ജനിച്ച വീട്ടിൻ്റെ പേര്, പിതാവിൻ്റെ അച്ഛൻ ജനിച്ച വീട്ടിൻ്റെ പേര്. ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടെ ഇതെന്തോ അതിൻ്റെ കാര്യമാണ്. ഞങ്ങളുടെ വാപ്പായ്ക്ക് പറഞ്ഞൂടാ ഈ പേരെങ്ങനെ വന്നത്. എഴുതാനി പറയുന്ന സാധനമാണ്. പണ്ടിന് ഓലയിൽ എഴുതുന്നത് നാരായം, അതിൻ്റെ പേരാണ്. അവർക്ക് വല്ലോ ഓല നിലത്തെഴുത്തോ നാരായം ഉണ്ടാക്കി കൊടുക്കലോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓരോ പേര് കാണും. അപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരു 102 പൈസ ഉണ്ടായിരുന്നു. മരിച്ചിട്ട് 2001 മരിച്ചു. 2001 ഒരു അറ്റാക്ക്. ഈ ഓഗസ്റ്റ് പയ്യൻ അത് തന്നെയായിരുന്നു. ചെറിയ രീതിയിൽ 1-2 വട്ടം വന്നു. പിന്നെ ഒരു 4-മത്തെയോ 5-മത്തെ പ്രാവശ്യം ഒരു അരമണിക്കൂർ കൊണ്ടെല്ലാം ഞാൻ കുറേ കൊണ്ട് നടന്നു. ICD ഒക്കെ പഠിച്ചു. അങ്ങനെ ഒരു 6 വർഷം നിന്നു. പക്ഷെ ഇപ്പം ഈയിടെ ആയപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം പണമല്ല, രോഗമില്ലാത്തൊരു ശരീരം. പിന്നെ അസുഖമില്ലെങ്കിൽ ജയിച്ച് ആരോഗ്യമാണ് ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ളത്. നമ്മുടെ ഒരു ബന്ധു ഇടയ്ക്ക് മരണപ്പെട്ടത് വെറും 20 ദിവസത്തെ കേസാണ്. വെറും 20 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്. 20 ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് തീർന്ന് ആളും തീർന്ന് 20 ലക്ഷം രൂപ തീർന്നു. ഞങ്ങൾ 2 വർഷമായിട്ട് അതൊരു ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകെയായിരുന്നു. വീഡിയോ ഒന്നും അതുകൊണ്ട് ഇല്ലായിരുന്നു. ഹസ്ബൻഡിനായിരുന്നു കൂടുതലും നിർബന്ധം വീഡിയോ എടുക്കണമെന്ന്. മാനസികമായിട്ട് കിടക്കുമ്പോഴും എന്നോട് പറയും വീഡിയോ എടുക്കണം. മക്കളൊക്കെ എത്ര പേര് മാഡത്തിന്? 2 പേര്. 2 പേര് മാരീഡാണ്. 2 പേര്
എനിക്ക് 3 മക്കൾ, ഒരാളെ കെട്ടിച്ചു, ചേട്ടന് 2 മക്കൾ, 2 പേരെയും കെട്ടിച്ചു. ഒരു മോനും ഒരു മോളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ ഇപ്പോൾ മെഡിസിൻ കഴിഞ്ഞിറങ്ങി. മോളിപ്പോൾ അസീസിയിൽ ഇപ്പോൾ ഹൗസ് സർജൻസി നടന്നുകൊണ്ടിരിക്കുന്നു. ഇളയ മോള് DKMൽ ആർക്കിടെക്റ്റിന് 4ാം വർഷം പഠിക്കുന്നു. കുഴപ്പമില്ല. അവരുടെയൊക്കെ കാലം വരെ കുറച്ച് നാളൂടെയൊക്കെ കൊണ്ടുപോകാം. ഭയങ്കര റിസ്ക് വർക്കായിരുന്നു. ഭയങ്കര റിസ്ക്കാണ്. രാത്രി 1 മണിയാവും ഇതിനകത്ത്, അല്ലെങ്കിൽ 1:30 മണിയാവും ഇതിനകത്ത് ഇറങ്ങാൻ. വലിയ പണമല്ലേ? ഓടും തൂത്ത് തുടച്ച് വൃത്തിയാക്കി വേണം. പിന്നെ ഭക്ഷണത്തിൻ്റെ അല്ലേ, അതുകൊണ്ട് വളരെ കെയറായിട്ട് ശ്രദ്ധിക്കണം, സംഭവിക്കാതെ നോക്കണം. പിന്നെ തീർച്ചയായും നമുക്ക് റെഡിമെയ്ഡ് മേടിച്ച് ഷെൽഫിൽ വെച്ചിട്ട് പറക്കി കൊടുത്താൽ പോരെ. ഓർഡിനറി നാടകളാണ്. ഒരു പഴമയുടെ ഒരു പക്ഷെ അകത്ത് കയറിയാൽ ഇപ്പോഴാ ജീൻസും ടാക്സും ഒക്കെ വന്നു. നേരത്തെ ടാക്സൊന്നും ഇല്ലായിരുന്നു. ജീൻസ് ഒന്നും ഇല്ലാതെ പോയൊരു കടയാണ്. പിന്നെ അതിനൊക്കെ വിധേയമായി 2 വർഷമായി. 1 വർഷം കഴിഞ്ഞു GST ഒക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ഒരു കേസൊക്കെ കിടപ്പുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ ആഹാര സാധനങ്ങൾക്ക് മനുഷ്യൻ കഴിക്കുന്നതല്ല, ആഹാര സാധനങ്ങൾക്ക് അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഒരു സെയിലിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇത്ര രൂപ വരെ GST ഇല്ല. ടേൺ ഓവർ നോക്കിയിട്ടാണ്. ടേൺ ഓവർ നമുക്ക് സെയിൽ കൂടുതലാണെങ്കിൽ പിന്നെ അത് ബാധകമാണ്. നമ്മുടെ ലിമിറ്റ് കഴിഞ്ഞു പോയി. ലിമിറ്റ് അവർ വെച്ചിട്ടുണ്ട്. നോർമൽ ഷോപ്പ് ലക്ഷം രൂപ തൊട്ട് ഇത്ര ലക്ഷം രൂപ വരെ ഒന്നുമില്ല. 4 ലക്ഷം വരെ ടേൺ ഓവർ ഇല്ല. മന്ത്ലി അല്ല, ഇയർലി അവർ നോക്കുന്നത്. ഇത് മന്ത്ലിയാണ് നോക്കുന്നത്. മറ്റേ അല്ല, രജിസ്ട്രേഷൻ ഉണ്ടാവണം. GST രജിസ്റ്റർ ചെയ്തിരിക്കണം. നമ്മൾ കണക്ക് കാണിക്കും. ഏതാണ്ട് 20-25 ലക്ഷം രൂപ എങ്ങാണ്ട് ഇല്ലെന്ന് തോന്നുന്നു. 1.5 കോടി രൂപ എങ്ങാണ്ട് ഇപ്പോൾ ഇല്ല. ഒരു വർഷത്തിന് 1.5 കോടി രൂപ വരെയും ടാക്സ് ഇല്ലെന്ന് തന്നെയാണ് ചായ കടയ്ക്ക്. അതിന് മുകളിലോട്ടേ ഉള്ളൂ. നമുക്കൊക്കെ സൈഡ് കൂടുതലുണ്ടെന്നാണ് അവർ കണ്ടുപിടിച്ചേക്കുന്നത്. അവർ ഇവിടെ ഇരുന്ന് കണക്ഷനിലേക്ക് അങ്ങ് എടുക്കുന്നത്. അങ്ങനെ ആവട്ടെ, മോശമാവണമെന്നേ നമ്മൾ പറയുന്നില്ല. വലിയൊരു ഫൈനൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നാലും ഫൈനൊക്കെ അടച്ച് തീർക്കട്ടെ. ചെറിയ ഫൈനല്ല, വലിയ ഫൈനാണ്. ഇതുവരെയുള്ള മൊത്തം പരിപാടി അവർ കൂട്ടി. ഞാൻ കോമ്പോസിഷൻ ഡീലറായിട്ട് ഞാൻ ഒരു 10-15 ലക്ഷം രൂപ കുറച്ച് അടച്ചിട്ടുണ്ട്. എന്നാലും ഉണ്ട്, നല്ല തുകയുണ്ട്. 5.5 CR അടിച്ചിട്ടുണ്ട്. 5.5 CR കൂടി. ഹൈക്കോടതിയിൽ അവരപ്പോൾ ഏത് ഇയർ തൊട്ടുള്ളതായി കൂട്ടിയേക്കുന്നത്? അവർ 2018 തൊട്ടുള്ളത് കൂട്ടി. ടോട്ടലി അല്ല, അത് നമ്മൾ കോടതി കൊടുത്തിരിക്കുക. കേസാക്കി. അവർ കേസാക്കി, ഞാനും കേസാക്കി. പൈസ അടയ്ക്കാത്തതുകൊണ്ട് അവർ കേസാക്കി. ഇത്രയും പൈസ അടിക്കാനും ഞാനും കേസാക്കി. ഇപ്പോൾ കോടതി തീരുമാനിക്കട്ടെ. ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് പോലെ അല്ലേ? വൺ ടൈം സെറ്റിൽമെൻ്റ് അല്ല. അല്ലാതെ കോടതി നമുക്ക് ഇവർ ഏത് മാനദണ്ഡത്തിലാണ് ഇത്രയും പൈസ അടിച്ച് തന്നേന്നുള്ളതൊക്കെ കോടതി ചോദിക്കുന്നത്. എന്തായാലും നമുക്കൊരു ഒരു പണിഷ്മെൻറ്റ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ അടച്ചേ വെക്കത്തുള്ളൂ. അത് അടച്ചേ പറ്റത്തുള്ളൂ. ഇവരെയൊക്കെ അടയ്ക്കണമെന്ന് നമുക്ക് തോന്നുന്നില്ല. അത് അവർ കോടതി വക്കീലന്മാർ തമ്മിൽ ആലോചിച്ച് അവർക്കും GSTയുടെ അഡ്വക്കേറ്റ് അവർക്കും ഉണ്ടല്ലോ. നമ്മളും GSTയുടെ കണക്ക് മാത്രം നോക്കുന്ന ഒരു വക്കീലിനെ കൊടുത്തത്. അവർ തമ്മിലൊക്കെ ഒരു ധാരണയിലെത്തും. എന്നാലും തുകയൊന്നും കുറയുന്നുള്ളൂ. അല്ലാതെ തുകയെടുത്ത് കളയത്തൊന്നുമില്ല. അടക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ട് നമ്മൾ അടച്ചു വെക്കത്തുള്ളൂ. തുകയൊന്നും കുറയും. ഇന്ന് റെഡ്യൂസ് ചെയ്ത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലേക്ക് ആക്കി തരും. കുറച്ച് അവസരങ്ങളും ഒക്കെ തരും. ചിലപ്പോൾ 5 തവണയോ 8 തവണയൊക്കെ ആക്കി അങ്ങനെ തരും. അപ്പോൾ ഇതാണ് കാര്യങ്ങളും കഥകളും. സാറിൻ്റെ പേര്? എൻ്റെ പേര് മഹേഷ്. അമ്മച്ചിയുടെ പേര്? കനകം. മാഡം പേര്? ആ പേര് തന്നെ ഇട്ടേക്കാം. മണി ടീച്ചർ. ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്? റിട്ടയർമെൻറ്റ് കഴിഞ്ഞിറങ്ങിയതാണോ? ഓക്കെ. അല്ല,
കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു ബ്ലോഗുകളൊക്കെ ചെയ്ത് മനസ്സിനെ ഒന്ന് അല്ല ഇതൊരു രസമല്ല. നമ്മളെ 10 പേരെ അറിയും, 10 പേരെ നമുക്കും അറിയിക്കാം. ശരിയല്ലേ? പിന്നെ ആളാണെന്ന് അവർ തിരിച്ചറിയും. ഏത് വേദി ചെന്നാലും ഡേ ഇതോ ഇല്ല വരുന്ന അറിയും. അത് കണക്കിലാണ്. എന്നാലൊരു ടൈം പാസ് നല്ലതാണ്. പിന്നെ യാത്ര ഭയങ്കര ഇഷ്ടപ്പെടുന്ന അത് ശരി. ചിലർക്ക് യാത്ര ഇഷ്ടമല്ല. കുറച്ച് യാത്ര ചെയ്താൽ ഉടനെ അവർ പറയും നമുക്ക് വീട്ടിൽ പോകാം അല്ലേ? പക്ഷേ യാത്രകളെ ഇനിയിപ്പോൾ കൊല്ലത്തോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല സ്ഥലം മണ്ഡലത്തോട്ട് പിടിക്കുന്നു. പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൊല്ലം ബീച്ച് പോകും. ബീച്ചിലൊക്കെ പോയി ചേട്ടനുള്ളപ്പോൾ ഞങ്ങൾ മണ്ഡലത്തിൽ പോയാ. അപ്പൊ എല്ലാവരും കൂടെ വെറുതെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാം ഒരാളില്ലെന്ന് പറയുന്നൊരു പാവമാണ്. എൻ്റെ ഒരു സഹോദരിക്ക് ഇതേപോലെ ഹസ്ബൻഡില്ല. എപ്പോൾ പറഞ്ഞാലും വർത്തമാനം പറയുമ്പം കണ്ണ് ഓട്ടോമാറ്റിക്കലി നിറയും. ഒരാളിൻ്റെ ഇല്ലായ്മ പറ്റില്ല. പിന്നെ ഒരു കുറവ് തന്നെ തീർച്ചയായിട്ടും. എനിക്കും വളരെ സ്നേഹത്തിനും നല്ല അറ്റാച്ച്മെൻറ്റിലൊക്കെ പോകുന്നതിൻ്റെ കല്യാണം. മക്കളെല്ലാം കേരളത്തിൽ തന്നെ സന്തോഷമായി പോട്ടെ. ഈശ്വരൻ നമ്മൾ ക്ഷമിക്കാനും നമ്മുടെ വരാം. നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വർക്കുകളുണ്ടെങ്കിൽ അല്ല ഒരിടത്തും ഒരു കസര തന്നെ കുത്തി ഇരുന്ന് ചിന്തിച്ച് പോയാൽ പൊളിഞ്ഞു വരയ്ക്കാത്തായി. ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസമായി ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. KCBയിൽ ഉദ്യോഗസ്ഥനാണ്. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട്, ജസ്റ്റ് ഫ്രണ്ട്. സത്യത്തിൽ ഇതുവരെയും ആ കുട്ടി നോർമലായില്ല. ഞങ്ങളൊക്കെ ചെന്ന് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്തിട്ടും അവൾ സംസാരിച്ചു തുടങ്ങിയില്ല. വരയ്ക്കാത്തായിപ്പോയി. എന്നാലിപ്പോൾ തൊഴിലുറപ്പിന് പോകുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ ഈ ക്ലബിൻ്റെ ലൈബ്രറിയിലൊക്കെയാണ്. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് നിർബന്ധിച്ച് കുളിപ്പിച്ചൊരുക്കി ഈ തൊഴിലുറപ്പ് ഭാഗത്തൊക്കെ കൊണ്ടുപോയി അവളെ ഇരുത്തുന്നുണ്ട്. അവളങ്ങ് ഡൗണായി ഭയന്നു പോയി, പേടിച്ചു പോയി. കുത്തിയിരുന്ന പൊളിഞ്ഞു പോകും. നമ്മുടെ മക്കൾക്ക് പിന്നെ നമ്മളെയും കൂടെ നഷ്ടപ്പെടും. അതുപോലെ യൂട്യൂബ് ആണെങ്കിലും അതുപോലെ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാക്കി ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. കിട്ടിയിരിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഉള്ള ചിന്ത. ചേട്ടൻ നമ്മൾ പർച്ചേസ് ചെയ്തത് നമ്മൾ ഇന്നടത്ത് പോയത്. ഇപ്പം തന്നെ ഈ യാത്ര ഇങ്ങോട്ട് പോരാൻ നേരം ഞാൻ ആലോചിച്ചത് ഫ്രണ്ട് സീറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ചേട്ടനായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേട്ടനില്ലാതെ ഒരു യാത്ര ഇത് ഫസ്റ്റിലാണ് ഇതുപോലൊരു യാത്ര. അല്ല അങ്ങനെ പിറക്കാതിരുന്ന് കളയില്ല. കൂട്ടുകാരെയൊക്കെ വിളിക്കണം, അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കണം. നമ്മളെക്കാട്ടി വിഷമങ്ങൾ ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ ഇങ്ങോട്ട് ഇച്ചിരി കേൾക്കുമ്പോൾ നമുക്ക് അത്രയും പകുതി പാടുപോലും ഇല്ല. നമ്മളെക്കാട്ടിയും വിഷമം അനുഭവിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ദൈവം തമ്പുരാൻ്റെ ഒരു കൃപയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു ഡെത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കാല് മുഴുവൻ നീരായിട്ട് നടക്കാൻ പറ്റത്തില്ല. ഓർഗൻസ് മുഴുവൻ പോയി. ഓർഗൻസ് ഈ ഹാർട്ടിൻ്റെ പമ്പിങ് അതുമായിട്ട് ബന്ധപ്പെട്ട അകത്തുള്ള എല്ലാ അവയവങ്ങളും ബ്ലഡിൻ്റെ ആ ഒരു ഫ്ലോ എല്ലാം നിന്നു. അപ്പോൾ ഹാർട്ട് 30-40 വന്നപ്പം ഇവിടെ ഒരു റിലേഷനിൽപ്പെട്ട ഒരാളിപ്പോൾ കിടക്കുകയാണ്. 1 മാസങ്ങൾ കിടപ്പായിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ 35% ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. വെന്റിലേറ്റർ അപ്ലൈ ചെയ്ത് വീട്ടിലിട്ടേക്കുക. ആശുപത്രിയിലല്ല, ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വെന്റിലേറ്റർ അപ്ലൈ ചെയ്തിട്ടേക്കുക. കാര്യം ഏത് സമയവും ഇന്നത്തെ സമയത്ത് ഒരു 65 വയസ്സൊക്കെ ഉണ്ട്. പേടിയാണ്, ആരോഗ്യമതി.
ആ സ്ഥിതിയിൽ അങ്ങോട്ട് പോകാൻ അല്ല, ഒരു മാസത്തിന് മുമ്പ് അവർ ചെന്ന വിശേഷങ്ങളിലൊക്കെ ഉള്ളവർ പറയുന്നതേ ഇവർക്ക് ഇങ്ങനെ അസുഖം അവരുടെ ശരീരത്തിനകത്തുണ്ടെന്ന് ആർക്കും അറിയില്ല. ക്യാൻസറിന്റെ സിംറ്റമായി മാറി. അത്ര ഉഷാറായിട്ട് വിശേഷങ്ങൾക്ക് സഹകരിച്ചവർ 30 ദിവസം കൊണ്ട് കണ്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം. ഞാനൊരു 2 മാസം പ്രകൃതി വല്ലാത്ത ഒരു സംഭവമില്ല. വല്ലാത്തൊരു സംഭവം. അല്ല, ഒരു കാര്യമുണ്ട്, നമ്മളെ കാത്തിരിക്കാൻ ഒരാൾ വീട്ടിൽ, അതൊക്കെ ഓർക്കും പറഞ്ഞാൽ നമ്മളതൊന്ന് മൈൻഡിൽ നിന്ന് കളയണം. ഒരു സെക്കൻഡ് അജിയാണ്. ഞാനിപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തൊട്ട് കാണും. വീട്ടിൽ വൈഫിനെ ഏൽപ്പിക്കുക. അവളാ ഇതിൻ്റെയൊക്കെ ആള്. ഇങ്ങനെ ഓരോന്നോരോന്നേ എടുത്ത് എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു സ്വഭാവം അവൾക്കാവുള്ളത്. ഇതത് നോക്കി, ഇത് നോക്കി, അത് കണ്ടോ, ഇത് കണ്ടോ, നമ്മളെ കടയുടെ കിടക്കുന്നു, ഇതുപോലെ വേറൊരു കടയുടെ കിടക്കുന്നു. അപ്പം നിങ്ങളെല്ലാം കണ്ടില്ലേ, എഴുത്താണിക്കടയുടെ ഓണറാണ് ചാറേട്ടോ. അപ്പം ഞങ്ങളിത് എഴുത്താണിക്കടയിൽ നിന്ന് ഇറങ്ങുകയാണ്, കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ, ടാറ്റാ. താങ്ക്സ്.